സാറേ, യുദ്ധത്തിൽ ഇപ്പോൾ 3 കക്ഷികളാണ് നേർക്കുനേരെയുള്ളത്. ഇസ്രായേലും ഇറാനും അമേരിക്കയും. ഒരുപാട് രാജ്യങ്ങൾ നേരിട്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന രാജ്യങ്ങൾ ഇതിൽ കക്ഷി ചേരുകയോ നിലപാടെടുക്കുകയോ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോഴും ആളുകൾക്ക് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഗതി, ഇറാൻ്റെ തൊട്ടടുത്തുള്ള വൻകിട രാജ്യമായ വമ്പൻ രാജ്യമായ ചൈന, ഇറാൻ്റെ ഗുണഭോക്താവ് കൂടിയാണ് ഒരുപാട് അർത്ഥങ്ങളിൽ. ചൈന ഇപ്പോഴും എന്താണ് മൗനം പാലിക്കുന്നത്? ചൈനയുടെ നിലപാട് എന്താവും? ആളുകൾ ഈ യുദ്ധത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് നമുക്ക് ആ വിഷയത്തിൽ ഫർണിഷ് ചെയ്യാൻ പറ്റിയ ഡീറ്റെയിൽസ്? ഈ യുദ്ധം ചൈനയ്ക്കെതിരായ യുദ്ധം കൂടിയാണ്. ഇറാനെതിരായ യുദ്ധം മാത്രമല്ല. ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയിൽ സിംഹഭാഗവും ചൈനയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ തന്നെ ചൈനയെ ക്രിപ്പിൾ ചെയ്യുക, ഈ എണ്ണ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ വ്യവസായങ്ങൾ നിലയ്ക്കുമല്ലോ, തകർന്നു പോകും. ചൈനയ്ക്കെതിരെ അല്ലാത്ത ഉപരോധങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടേത് വേറെ കിടപ്പുണ്ട്. അങ്ങനെ തന്നെ സാധാരണഗതിയിൽ ഇത് ചൈനയ്ക്കെതിരായ യുദ്ധമായിട്ട് കാണാം. പക്ഷേ ബെയ്ജിങ്ങിൽ ഒരു ദുരൂഹ ബാങ്ക് ഉണ്ട്. അങ്ങനെ ഒരു ദുരൂഹ ബാങ്ക് ബെയ്ജിങ്ങിലുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തണം എന്ന ലക്ഷ്യം കൂടി യുദ്ധത്തിൻ്റെ പിന്നിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ട് എന്നാണ് ബാങ്കിങ് വിദഗ്ധർ നമ്മളോട് പറഞ്ഞു തരുന്നത്. അന്താരാഷ്ട്ര ബാങ്കിങ് വിദഗ്ധർ. ഇതെന്താ എന്ന് പറഞ്ഞാൽ കുൻലുൻ എന്നാണ് ബാങ്കിൻ്റെ പേര്. കുൻലുൻ, ചൈനീസാണ്. കുൻലുൻ എന്ന് പറയുന്നത് ഈ ആഗോളതലത്തിൽ ബാങ്കിങ് ആളുകളൊന്നും ശ്രദ്ധിക്കുന്നതല്ല. ഇതൊരു ചെറിയ ബാങ്കാണ് കുൻലുൻ. പക്ഷെ ഇറാനുമായിട്ടാണ് ആകെ ഈ ബാങ്കിൻ്റെ ഇടപാടുകൾ ഉള്ളത്. അതൊന്നും ഡോളറിലല്ല. അപ്പോൾ ഈ അമേരിക്ക ഇറാനിൽ നിന്ന് എണ്ണ മേടിക്കുന്നു. എണ്ണ മേടിക്കുമ്പോൾ ഈ ഡോളർ കച്ചവടം പറ്റില്ലല്ലോ ഇറാന്, ഉപരോധമുള്ളത് കൊണ്ട്. യുവാനിലാണ് കച്ചവടം. പക്ഷേ അത് ഈ കുൻലുൻ എന്ന് പറഞ്ഞ ബെയ്ജിങ്ങിലെ ബാങ്കിൽ തന്നെ ചൈന ഇറാൻ്റെ എണ്ണയ്ക്ക് കൊടുക്കുന്ന പൈസ അവിടെ തന്നെ കിട്ടും. എന്നിട്ട് ഇറാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണം കൊണ്ട് ചൈനയിൽ നിന്ന് ഇറാന് വേണ്ട ഇലക്ട്രോണിക്സ്, യന്ത്രം തുടങ്ങി പല സംഗതികളുണ്ടല്ലോ, അത് വാങ്ങിക്കാനായിട്ട് ആ പണം ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഇടപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ കൂടി ദുരൂഹതയുണ്ട് ഇതിൻ്റെ അകത്ത്. ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ നടത്തുന്ന ബാങ്കാണിത്. ചൈന നാഷണൽ CNPC, ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ നടത്തുന്ന ചെറിയ ബാങ്കാണ് കുൻലുൻ. പറഞ്ഞാൽ ഈ പെട്രോളിയം ഇടപാടിന് വേണ്ടി മാത്രം. അപ്പോൾ ഇത് എണ്ണ വാങ്ങുന്നത് മാത്രമല്ല, അമേരിക്കൻ ഡോളർ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് കടന്ന് കയറാൻ. ഡോളറിനെ വെട്ടി വേറെ റൂട്ടിൽ കൂടി പോകാൻ വേണ്ടിയാണ് ഈ ബാങ്ക് ഉള്ളത്. അപ്പോൾ ഈ ബാങ്ക് കാരണം കൂടിയാണ് യുദ്ധം എന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഒരു മാസം ചൈന 1.5 ബില്യൺ ഡോളറിൻ്റെ എണ്ണയാണ് വാങ്ങുന്നത്. മൊത്തത്തിൽ വലിയ തുകയാണല്ലോ, 1.5 ബില്യൺ ഡോളർ. അത് ഇറാനിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോളറിലല്ല. ഇനി ചൈനയുടെ കസ്റ്റംസ് ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതായിട്ട് ആ ഡാറ്റയിലില്ല. 1.5 ബില്യൺ ഡോളർ വരുന്ന എണ്ണ വാങ്ങുന്നുണ്ട്. പക്ഷെ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതായിട്ട് രേഖകളിലില്ല, ഉപരോധം കാരണം. ഈ ചൈനയുടെ കസ്റ്റംസ് ഡാറ്റയിൽ മുഴുവനുള്ളത് മലേഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നാണ്.
പക്ഷേ മൊത്തം നമ്മൾ ഈ പറഞ്ഞ കണക്കിൽ എണ്ണ നോക്കിയാൽ മലേഷ്യയുടെ മൊത്തം എണ്ണ ഉൽപാദനത്തിൻ്റെ അപ്പുറം പോവും ഈ കണക്ക്. അപ്പൊ ചൈന വാങ്ങുന്നത്. അതെ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറാന്റെ എണ്ണക്കപ്പലുകളിൽ ഈ വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറാന്റെ എണ്ണ ടാങ്കറുകളിൽ ഇത് വ്യാജരേഖകൾ വഴി മലേഷ്യൻ എണ്ണയായിട്ട് റീലേബൽ ചെയ്യാണ്. അപ്പോൾ ഇറാൻ എണ്ണ വെക്കുന്നത് മലേഷ്യൻ എണ്ണ എന്നുള്ള രേഖയിലാണ് അതെ വിൽക്കുന്നത്. അപ്പോൾ പേയ്മെന്റ് മുഴുവൻ ഈ കുൻലു ബാങ്ക് അക്കൗണ്ടിൽ ആണ്. കുൻലുൻ എന്ന് പറയുന്നത് ശരിക്കും പശ്ചിമ ചൈനയിലെ 3000 കിലോമീറ്റർ മലനിരയാണ് ഈ കുൻലുൻ. ആ പേരാണ് ബാങ്കിനിട്ടിരിക്കുന്നത്. സിൻജിയാങ്, ക്യുങ്ഹായ്, ടിബറ്റ് ഈ മേഖലയിലെ കുന്നാണ് കുൻലുൻ. അപ്പോൾ ഉപരോധം കൊണ്ട് ഡോളർ പറ്റില്ല എങ്കിൽ എങ്ങനെ ഡോളറിനെ മറികടക്കും എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഈ കച്ചവടവും ഈ ബാങ്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഈ പണം മുഴുവൻ ചൈനയ്ക്കുള്ളിൽ ചെലവാക്കും. യന്ത്രം, മെഷീനറി, ഇലക്ട്രോണിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ കൺസ്യൂമർ ഗുഡ്സ്, സാധാരണ ചരക്കുകൾ വാങ്ങിക്കാനോ ഒക്കെ ഈ പണം എണ്ണ വിറ്റ് കിട്ടുന്ന പണം അവിടുത്തെ ബാങ്കിൽ തന്നെ ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഈ പണം മൊത്തം ചൈനയിൽ തന്നെ നിൽക്കും, ഉപയോഗിക്കും. അതാണ്. അപ്പോൾ എണ്ണയ്ക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കുന്നതായിട്ട് ഇല്ല. അപ്പോൾ പണം ഒരിക്കലും ഡോളർ ആകുന്നുമില്ല. 2012 ഈ കുൻലുൻ ബാങ്കിനെ അമേരിക്ക ഉപരോധിച്ചിരുന്നു. 2012 ഉപരോധിച്ചിരുന്നു. ധാരാളം ഇറാൻ ബാങ്കുകളുമായി, ഇറാൻ്റെ സെൻട്രൽ ബാങ്കുമായിട്ട്, അതായത് ഇറാൻ്റെ റിസർവ് ബാങ്കുമായിട്ടും ഇതിന് കച്ചവടം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടാണ് 2012 ഉപരോധിച്ചത്. അത് ഈ ഇടപാട് ഇറാനുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ, ബാങ്കിങ്. അപ്പോൾ ഉപരോധം കൊണ്ട് അത് നിർത്തി. ഇറാനിലെ ബാങ്കുകളുമായിട്ടുള്ള ഇടപാട് നിർത്തി. ഇങ്ങനെ ഒരു വളഞ്ഞ വഴിക്കുള്ള കച്ചവടം നടത്തി. അപ്പോൾ ഇറാൻ്റെ 90% എണ്ണയെ ചൈനയ്ക്ക് കൊടുക്കുന്നു. അതായത് ഒരു ബാരലിന് $10 ഇളവ് കിട്ടും ചൈനയ്ക്ക്. ഇറാനിൽ നിന്ന് വേറെ ആരും അങ്ങനെ വാങ്ങില്ലല്ലോ ഉപരോധം കാരണം. അപ്പോൾ 1.3 മില്യൺ ബാരൽസ് ഒരു ദിവസം ഇറാനിൽ നിന്ന് വാങ്ങുന്നുണ്ട്. 1.3 13 ലക്ഷം ബാരൽ ഒരു ദിവസം വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ചൈനയുടെ കൊങ്ങയ്ക്ക് പിടിച്ചതാണെന്ന് തോന്നുമെങ്കിലും ഈ യുവാനിൽ നിന്നുള്ള ഈ പിന്മാറ്റം ചിലപ്പോൾ ആഗോളതലത്തിൽ ചൈനയ്ക്ക് അനുഗ്രഹവുമാകാം എന്ന് ബാങ്കിങ് രംഗത്തുള്ളവർ പറയുന്നുണ്ട്. അതെനിക്ക് മുഴുവനായിട്ട് അങ്ങനെ ദഹിച്ചിട്ടില്ല. അപ്പോൾ അതായത് ഈ യുവാൻ കച്ചവടം ഉണ്ടല്ലോ, അതല്ലാതെ ഈ അവസാനം ഈ എനിക്ക് തോന്നുന്നത് ഈ ഇറാനിൽ വേറെ ഭരണകൂടമൊക്കെ വന്നാൽ മര്യാദക്കുള്ള കച്ചവടം ഉണ്ടല്ലോ, ഈ കള്ളക്കച്ചവടം അല്ലാതെ ഈ യുവാൻ കച്ചവടം അല്ലാണ്ട് ഡോളറിൽ തന്നെയൊക്കെ കച്ചവടം ചെയ്യാവുന്നുള്ളൊരു സാഹചര്യം തെളിഞ്ഞു വന്ന് ചൈനയ്ക്ക് അനുഗ്രഹമാകും എന്നാകാൻ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഈ യുദ്ധം ആരാണ് യുദ്ധം നയിക്കുന്നതെന്ന് എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഉന്നം വെക്കുന്നത് ആരെയാണ്? അത് ഇറാനും കടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വൻകിട ശക്തിയായ ചൈനയ്ക്ക് നേരെയുള്ള ആണ് ഈ യുദ്ധത്തിൻ്റെ സകല മുനകൾ ഉന്നം വെക്കുന്നത്, സാമ്പത്തികമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ യുദ്ധവാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് ഈ കുൻലുൻ അല്ലേ, കുൻലുൻ ബാങ്ക് സാമ്പത്തികമായിട്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ദുരൂഹതകൾ പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും പ്രേക്ഷകർ തൽക്കാലം ഇത് അറിയുകയും അന്വേഷിക്കുകയും ചെയ്യട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.